മൊഡ്യൂൾ 4 ഇമ്പാക്ട്സ് ഓഫ് പൊല്യൂട്ടൻസിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ഡീഫോറസ്റ്റേഷൻ ആണ്. ഡീഫോറസ്റ്റേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോറസ്റ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ലങ്സ് ആണ് അല്ലെ, ആൻഡ് ഇറ്റ് കവേഴ്സ് ഓവർ 31% ഓഫ് ദി ലാൻഡ് ഏരിയ ഓൺ ആ പ്ലാനറ്റ്. അത് മാത്രമല്ല, ഫോറസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യധികം ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രീസ് ആണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ആണ്. മാത്രമല്ല, ഒരുപാട് ആൾക്കാർക്ക് ഹോമും അതേപോലുള്ള വൈൽഡ് ലൈഫിന് ഹോമും കൊടുക്കുന്നത് എന്ത് തന്നെയാണ്? ഫോറസ്റ്റ് തന്നെയാണ്. വെറും ഹോം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവയാണ് അല്ലെ. എന്തൊക്കെയാണ്? ഫുഡ് ആവട്ടെ, ഫ്രഷ് വാട്ടർ ആവട്ടെ, ക്ലോത്തിങ്, ട്രഡീഷണൽ മെഡിസിൻ, ഷെൽട്ടർ, ഇവയെല്ലാം തന്നെ ഫോറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൾസോ 1.6 ബില്യൺ പീപ്പിൾ റിലേ ഓൺ ബെനിഫിറ്റ്സ് ദാറ്റ് ഫോറസ്റ്റ് ഓഫർ. ഇപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് 1.6 ബില്യൺ പീപ്പിൾ ജീവിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല, നമ്മൾ ആനിമൽസിനെ, വൈൽഡ് ലൈഫിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പോൾ വൈൽഡ് ലൈഫിന് നിങ്ങൾക്കറിയാം, നമുക്ക് ഒരുപാട് എൻഡേഞ്ചേർഡ് ആനിമൽസ് ഉണ്ട് അല്ലെ, എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ട്. ഇവയെല്ലാം ഫോറസ്റ്റ് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒത്തിരി ബെനിഫിറ്റ്സ് നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും വി ഡിപ്പെൻഡ് ഓൺ ഫോറസ്റ്റ് അല്ലെ ഫോർ അവർ സർവൈവൽ. ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഫ്രം ദി എയർ വി ബ്രീത്ത് ടു ദി വുഡ് വി യൂസ് എല്ലാം നമുക്ക് ഫോറസ്റ്റിൽ നിന്നാണ് കിട്ടുന്നത്. ഇതുകൂടാതെ വേറൊരു വലിയ കാര്യം ഫോറസ്റ്റ് ഓഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് വാട്ടർഷെഡ് പ്രൊട്ടക്ഷൻ ആണ്. ഇത് സോയിൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യുന്നു ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഫോറസ്റ്റിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഇനി എന്താണ് ഡീഫോറസ്റ്റേഷൻ നോക്കാം. Deforestation is when humans remove or clear large areas of forest lands and related ecosystems for non-forest use. അപ്പോൾ ഹ്യൂമൻസിന്റെ ഒരുപാട് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മരങ്ങളെല്ലാം വെട്ടിത്തെളിക്കുന്നതിനെ നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഡീഫോറസ്റ്റേഷൻ ഇസ് ദി പെർമനന്റ് റിമൂവൽ ഓഫ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രീസ്, പെർമനന്റ് റിമൂവൽ ഓഫ് ട്രീസ് ടു മേക്ക് റൂം ഫോർ സംതിങ് ബിസൈഡ്സ് ഫോറസ്റ്റ്. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇപ്പം ഇതിനകത്ത് പറയുകയാണെങ്കിൽ ക്ലിയറിംഗ് ദി ലാൻഡ് ഫോർ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ക്ലിയറിംഗ് ദി ലാൻഡ് ഫോർ ഗ്രേസിംഗ് പേർപ്പസ്, പിന്നെ യൂസിങ് ദി ടിമ്പർ ഫോർ ഫ്യൂവൽ, അതേപോലെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ കാടുകൾ വെട്ടിത്തെളിക്കാറുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് മാക്സിമം നമ്മൾ ഫോറസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കളയുന്നതാണ്. പിന്നെ അതായത് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതാണ്. പിന്നീട് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് 20% ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുന്നു. അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഒരു 7%, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് 6%, ആൻഡ് ഓൾസോ റെസിഡൻഷ്യലിന് വേണ്ടിയിട്ട് അറൌണ്ട് 5% ഫോറസ്റ്റ് നമ്മൾ നശിപ്പിക്കുന്നു. വേൾഡ് ബാങ്ക് എസ്റ്റിമേറ്റ് പ്രകാരം പറയുന്നത് അബൌട്ട് 3.9 മില്യൺ സ്ക്വയർ മൈൽസ്, അതായത് 10 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഫോറസ്റ്റ് നമുക്ക് ഒരു ബിഗിനിങ് ഓഫ് 20th സെഞ്ചുറി ആയപ്പോഴത്തേനും നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരു 25 ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അത് ചുരുങ്ങിയിരിക്കും. ഷ്രാങ്ക് ബൈ അറൌണ്ട് 1.3 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങി എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡീഫോറസ്റ്റേഷനെ പറ്റിയ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. നൗ കമ്മിങ് ടു ദി കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ഈ കാണുന്നവയൊക്കെയാണ് നമ്മുടെ ഡീഫോറസ്റ്റേഷന്റെ മെയിൻ ആയിട്ടുള്ള കോസസ്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, ലോഗിംഗ്, ഡെസർട്ടിഫിക്കേഷൻ ഓഫ് ലാൻഡ്, urbanization, ഫയേഴ്സ്, മൈനിങ്. നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഡീഫോറസ്റ്റേഷനെ എഫക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി മേജർ ഫാക്ടറാണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പം അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് ഫുഡ് പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് ഒരുപാട് കൂടുന്നുണ്ട്. സോ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാടുകൾ വെട്ടിത്തെളിക്കുന്നു. അതോടൊപ്പം തന്നെ കാറ്റിൽ ഗ്രേസിങ്ങിന് വേണ്ടിയിട്ട്, അതും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഡീഫോറസ്റ്റേഷന്റെ കോസസ് നോക്കിയാൽ അതിലൊരു 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതിനകത്ത് തന്നെ ഒരു 33% അഗ്രികൾച്ചർ
കോസ്റ്റ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ കാരണമാണ്. അതായത് ഈ ലോക്കൽ പെസൻസ് അഗ്രികൾച്ചർ ചെയ്യുക ഈ ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ. സോ അവർ കാരണം അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന ഈ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ കാരണം ഉണ്ടാവുന്ന ഡീഫോറസ്റ്റേഷൻ ആണ് 33%ഓളം. വേറൊരു 40%ഓളം നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറിനകത്താണ് ഫീൽഡ് ക്രോപ്സും ലൈഫ് സ്റ്റോക്കും ഒക്കെ വരുന്നത്. അതായത് ഫുഡ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് സെർച്ച്, അതേപോലെ ഫുഡ്സിനകത്ത് ഫൈബേഴ്സ്, ബയോഫ്യുവൽ ലൈക്ക് സോയാബീൻസ്, പാം ഓയിൽ, ബീഫ്, റൈസ്, മെയ്സ് ഇതൊക്കെ വളർത്താനുള്ള അല്ലെങ്കിൽ കൾട്ടിവേഷൻ ചെയ്യാനുള്ള സ്ഥലങ്ങൾ നോക്കുക, സ്പേസ് കണ്ടുപിടിക്കുക. മാത്രമല്ല ലൈഫ് സ്റ്റോക്ക് മാത്രം നോക്കുകയാണെങ്കിൽ തന്നെയും 14% ഗ്ലോബൽ ഡിഫോറസ്റ്റേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റോക്ക് ആണ്. ഈ ഒരു 14% ലൈഫ് സ്റ്റോക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ലൈഫ് സ്റ്റോക്കിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരു ലാർജ് ഏരിയ തന്നെ വേണ്ടി വരും. അത് മാത്രമല്ല അതുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന ഫുഡ്, ഇപ്പോൾ സോയ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ അതിന് വേണ്ടിയിട്ട് വളർത്താൻ വേണ്ടിയും ഒരുപാട് ഇടം അല്ലെങ്കിൽ ലാൻഡ് ആവശ്യപ്പെടും. ഇനി രണ്ടാമത്തത് ലോഗിങ് ആണ്. നമുക്കറിയാം വുഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ലൈക്ക് പേപ്പർ, മാച്ച് സ്റ്റിക്ക്, ഫേർണിച്ചർ ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ഫുഡ് സപ്ലൈ തന്നെ ആവശ്യമാണ്. അപ്പോൾ വുഡ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീസ് ഒരുപാട് വെട്ടി നശിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന വുഡിന്റെ കാര്യം പറഞ്ഞാൽ ഫയർ വുഡ്, ചാർക്കോൾ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അത് മാത്രമല്ല ഇത് നടത്തുന്ന പല ഇൻഡസ്ട്രീസും ഇല്ലീഗലായിട്ടാണ് വുഡ് കട്ടിങ്ങും എന്താ ട്രീസൊക്കെ വെട്ടി നശിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇല്ലീഗലായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ലോഗിങ് കമ്പനീസ് അവർ ട്രീസ് ടിമ്പറിന് വേണ്ടിയിട്ട് കട്ട് ഡൗൺ ചെയ്ത് അത് മോസ്റ്റ്ലി ഡെവലപ്ഡ് കൺട്രീസിനായിരിക്കും സെല് ചെയ്യുന്നത്. ആൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ് ഒരു ഫ്യൂ ഹൈലി വാല്യൂഡ് ട്രീസിന് വേണ്ടി തന്നെ അവർ ആ ഏരിയ ഫോറസ്റ്റ് മൊത്തത്തിൽ തന്നെ ഡിസ്ട്രോയ് ചെയ്ത് എന്ന് വരാം. അപ്പൊ ഇതിനു വേണ്ടി തന്നെ ഒരുപാട് ഹെവി മെഷീനറി ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പൊ അത് കാരണം ഉണ്ടാകുന്ന വേറൊരു എഫക്റ്റ് ആണ് ഈ സോയിലൊക്കെ കോമ്പാക്റ്റ് ആയി പോവുക. അപ്പൊ അത് കാരണം ഇറോഷൻ ഉള്ള ചാൻസും കൂടുതലാണ്. ഇനി മൂന്നാമത്തത് ഡെസർട്ടിഫിക്കേഷൻ ഓഫ് ലാൻഡ് ആണ്. നിങ്ങൾക്കറിയാം സോയിലിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു വലിയ പ്രോപ്പർട്ടി റൂട്ട്സിനുണ്ട് അല്ലെ. അപ്പോൾ പ്ലാന്റ്സ് ഒരുപാടുണ്ടെങ്കിൽ അവിടങ്ങളിൽ സോയിൽ ഇറോഷൻ കോമൺ ആയിട്ട് ഉണ്ടാവാറില്ല. പക്ഷെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന കാരണം എന്ത് സംഭവിക്കും? സോയിൽ ഇറോഷൻ കോമൺ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ട്രീസും ലീവ്സും ഒക്കെ അവിടുന്ന് റിമൂവ് ആവുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും? പതുക്കെ ആ ടോപ്പ് സോയിൽ അവിടുന്ന് ഇറോഡ് ചെയ്ത് പോകാനായിട്ട് തുടങ്ങും. ഓക്കെ, അല്ലെങ്കിൽ വിൻഡ് കാരണം അത് ബ്ലോൺ ചെയ്യാനും അല്ലെങ്കിൽ പറന്നു പോകാനുള്ള ചാൻസും കൂടുതലാവും. ഓർ ഈവൻ ഒരു മഴ ചെറുതായിട്ട് പെയ്യുവാണെങ്കിൽ അവിടുന്ന് വെള്ളം ആ സോയിൽ അത്രയും ഇറോഡ് ചെയ്തു പോകാനുള്ള വാഷ് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാരണം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഈ ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോയിൽ ഇറോഷൻ കാരണം ആ സോയിലിന്റെ ആ ഫെർട്ടൈൽ ടോപ്പ് ലെയർ കംപ്ലീറ്റ് ആയി റിമൂവ് ആയി പോവുക. അങ്ങനെ ആ സോയിലിന് എന്ത് സംഭവിക്കും? ഇറ്റ് മേക്സ് ഇറ്റ് ഇൻഫെർട്ടൈൽ അല്ലെ. അതായത് ഇൻഫെർട്ടൈൽ ആയി ഗ്രാജുവലി അത് കൺവേർട്ട് ആയി ഒരു ഡെസേർട്ട് സ്റ്റേജിലോട്ട് പോവുക എന്നുള്ളതാണ് ഡെസർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത കോസ് എന്ന് പറയുന്നത് urbanization ആണ്. അപ്പോൾ urbanization നമുക്ക് എല്ലാവർക്കും അറിയാം, പോപ്പുലേഷൻ ഷിഫ്റ്റ് അല്ലെ, ഫ്രം റൂറൽ ടു urban ഏരിയാസ്. അപ്പൊ ഇത് ഡീഫോറസ്റ്റേഷനെ വളരെയധികം ബാധിക്കുന്ന അല്ലെങ്കിൽ കാരണമാക്കുന്ന ഒരു റീസൺ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള മൈഗ്രൻസ് സിറ്റീസിലേക്ക് മാറുമ്പോഴത്തേക്കിന് അവർ സിറ്റി ബേസ്ഡ് ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് റിസോഴ്സസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതേപോലെ അവരുടെ ഇൻകമിനകത്ത് റൈസ് ഉണ്ടാവും. അല്ലെങ്കിൽ ശമ്പളം കൂടി കിട്ടുന്നതൊക്കെ കാരണം അവരുടെ ഡയറ്റ് പ്ലാൻസ് ചേഞ്ച് ആവും. അതേപോലെ ആനിമൽ പ്രോഡക്ട്സും പ്രോസസ്ഡ് ഫുഡ്സും ഒക്കെ ഒരുപാട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഇങ്ങനെ ആ ലൈഫ് സ്റ്റൈൽ മാറുന്നതനുസരിച്ച് ഒരുപാട് പ്രോഡക്ട്സിന്റെ ഡിമാൻഡും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡിഫോറസ്റ്റേഷന് കാരണമാകും. പിന്നെ മാത്രമല്ല ഈ കാടുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് വേണ്ടി വരും അല്ലെ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വീണ്ടും മരങ്ങൾ വെട്ടിത്തെളിക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഓവർ പോപ്പുലേഷൻ, അതും urbanization-ന്റെ ഒരു ഭാഗമാണ്. ഒരുപാട് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് സിറ്റീസ് എക്സ്പാൻഡ് ചെയ്യും. അതേപോലെ ഒരുപാട് ലാൻഡ് വേണ്ടി വരും അല്ലെ, ഹൗസിങ്ങിനും സെറ്റിൽമെന്റ്സിനും വേണ്ടിയിട്ടൊക്കെ. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ലാൻഡ് റിക്ലെയിം ചെയ്യേണ്ടതായിട്ട് വരും.
അടുത്തത് ഫയേഴ്സ് ആണ്. ഫയേഴ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ബ്ലേസസ് എന്നും പറയും. ഈ ഫോറസ്റ്റ് ഫയർ എന്നുള്ള ഒരു റീസൺ കൊണ്ട് തന്നെ ഹൺഡ്രഡ്സ് ഓഫ് ട്രീസ് ഓരോ വർഷവും നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വേൾഡിന്റെ പല ഭാഗങ്ങളിൽ. ഇത് കൂടുതലായിട്ടും കാണുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എക്സ്ട്രീം വാം സമ്മേഴ്സും മൈൽഡ് വിന്റേഴ്സും കാരണമാണ്. ഇപ്പൊ ഈ ഫയേഴ്സ് നാച്ചുറൽ ആവാം അല്ലെങ്കിൽ ഹ്യൂമൻ മാൻമെയ്ഡ് ആവാം. അപ്പൊ എന്ത് തന്നെ ആയാലും ഇത് വലിയൊരു ലോസ് തന്നെയാണ് ഫോറസ്റ്റ് കവറിന് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ലാസ്റ്റ് വൺ മൈനിങ്. മൈനിങ്ങും വൺ ഓഫ് ദി കോസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ ആണ്. നിങ്ങൾക്കറിയാം ഓയിൽ, കോൾ മൈനിങ് ഇതിനൊക്കെ നല്ല എമൗണ്ട് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് തന്നെ വേണ്ടി വരും. അത് മാത്രമല്ല അവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് റോഡ്സും ഹൈവേസും ഒക്കെ ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരുപാട് ട്രക്സും എക്യുപ്മെന്റ്സും ഒക്കെ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും അവിടെ ഒരുപാട് ട്രീസ് ഒക്കെ ഫെൽ ചെയ്യേണ്ടതും ക്ലിയർ ചെയ്യേണ്ടതായിട്ടും വരും. ഈ മൈനിങ് കാരണം ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് തന്നെ ഒരുപാട് കൂടുതലാണ്. നമ്മൾ നേരത്തെ നോക്കിയിരുന്നു സോയിൽ ഇറോഷൻ, അതേപോലെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, സോയിൽ കണ്ടാമിനേറ്റ് ആവാം, പിന്നെ ഗ്രൗണ്ട് വാട്ടറും സർഫസ് വാട്ടറും ഒക്കെ പൊള്യൂട്ട് ആവുന്നുണ്ട്. കാരണം കെമിക്കൽസ് കാരണം, ഈ മൈനിങ് പ്രോസസ്സിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് കാരണം. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫോറസ്റ്റേഷന്റെ കോസസ്. നൗ കമ്മിങ് ടു ദി ഇമ്പാക്ട്സ് ഓഫ് ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷന്റെ ഇമ്പാക്ട്സിനെ ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണമുള്ള ഷോർട്ട് ടേം എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻക്രീസ് ദ സോയിൽ ഇറോഷൻ ആണ്. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞു. ട്രീസ് ആണ് അല്ലെങ്കിൽ ട്രീസിന്റെ റൂട്ട്സ് ആണ് സോയിലിനെ ആങ്കർ ചെയ്ത് നിർത്തുന്നത്, അല്ലെ, ഫെർട്ടൈൽ സോയിലിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? സോയിൽ ഇറോഷൻ കൂടും. അതേപോലെ അങ്ങനെയുള്ള ഇടങ്ങളിലൊന്നും നമുക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സോയില് ഭയങ്കര ലൂസ്ലി പാക്ഡ് ആയിരിക്കും. അതേപോലെ അത് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ഒരു കഴിവ് സോയിലിന് നഷ്ടമായെന്നിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ സോയിൽ അത്രയും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ട്രീസ് അത്രയും നഷ്ടപ്പെട്ടു, ആ പരിസര പ്രദേശങ്ങളിലുള്ള സോയിൽ എല്ലാം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇറോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനടുത്തൊന്നും ആരും കൃഷി ചെയ്യാനായിട്ട് താല്പര്യപ്പെടത്തില്ല. അപ്പം കൂടുതൽ കാടുകൾ വെട്ടിത്തെളിക്കേണ്ടതായിട്ട് വെട്ടിത്തെളിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഇൻക്രീസ് സോയിൽ ഇറോഷൻ ഒരു ഷോർട്ട് ടേം എൻവയോൺമെന്റൽ എഫക്റ്റ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഡിസ്റപ്ഷൻ ഓഫ് വാട്ടർ സൈക്കിൾ. നമ്മൾ വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ഹൈഡ്രോളജിക് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന് ഒരു വലിയൊരു കീ റോള് തന്നെയാണ് ട്രീസ് പ്ലേ ചെയ്യുന്നത്. നമ്മൾ റെയിൻ ഫോറസ്റ്റിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലേ? ശരിക്കും ഈ മരങ്ങളാണ് നമ്മുടെ ലാൻഡിലുള്ള വാട്ടറും അതേപോലെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന വാട്ടറും തമ്മിലുള്ള ഒരു കംപ്ലീറ്റ് ബാലൻസ് നിലനിർത്തുന്നത്. ആൻഡ് ഈ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റെയിൻഫോൾ ആവശ്യമായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അത് കാരണം ഉണ്ടാവുന്ന റിവർ ഫ്ലോ ഒക്കെ നമുക്ക് നഷ്ടമായെന്നിരിക്കാം. അപ്പോൾ അത് ഒരു ഷോർട്ട് ടേം എൻവയോൺമെന്റൽ എഫക്റ്റ് ആണ്. ഇനി ലോങ് ടേം എൻവയോൺമെന്റൽ എഫക്ട്സിൽ ആദ്യത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ റെഡ്യൂസ്ഡ് ബയോഡൈവേഴ്സിറ്റി. നിങ്ങൾക്കറിയാം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ നിയർലി 80% ഓഫ് ദ സ്പീഷീസ് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ മരങ്ങൾ വെട്ടിത്തെളിക്കുന്ന കാരണം അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് നഷ്ടമാവുന്ന കാരണം ആ ഫോറസ്റ്റഡ് ലാൻഡ് ചുരുങ്ങി പോവുകയും ആ പർട്ടിക്കുലർ സ്പീഷ്യസ് ഈ ഒരു ചുരുങ്ങിയ അല്ലെങ്കിൽ ഒരു സ്മോൾ ഫ്രാഗ്മെന്റഡ് ഫോറസ്റ്റ് ലാൻഡിൽ സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്യും. അത് മാത്രമല്ല ഒരുപാട് തുറന്നു കിടക്കുന്ന ഫോറസ്റ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ മരങ്ങൾ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഹണ്ടേഴ്സിനും പോച്ചേഴ്സിനും ഒക്കെ അവരെ ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇത് കാരണം എക്സ്റ്റെൻഷൻ ഉണ്ടാവുന്നു. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇതിന്റെയൊക്കെ എമിഷൻസ് വളരെയധികം മിറ്റിഗേറ്റ് ചെയ്യുന്നത് ഫോറസ്റ്റ് ആണ്. അപ്പൊ ഈ മരങ്ങൾ വെട്ടാനും അതേപോലെ ബേൺ ചെയ്യാനും റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഒരുപാട് കാർബൺ എമൗണ്ട് അവിടെ കൂടുകയാണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഒരുപാട് കാര്യങ്ങൾ, ടെമ്പറേച്ചർ റൈസ് ആവും, അതേപോലെ വെതർ പാറ്റേൺസ് ഒക്കെ മാറാൻ തുടങ്ങും, എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ചേഞ്ചസ് കാണപ്പെടാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ അല്ലെങ്കിൽ നമ്മുടെ എർത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ആണ്. മൂന്നാമത്തത് എക്കണോമിക്കൽ എഫക്ട്സ് ആണ്. അതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിസ്റപ്ഷൻ ഓഫ് ലൈവ്ലിഹുഡ്, അതായത് ഡീഫോറസ്റ്റേഷൻ ഒരുപാട് ലൈഫ്സിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അവർ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് താമസിക്കുന്നവരാണെങ്കിൽ ഈ ഫോറസ്റ്റ് വെട്ടിത്തെളിക്കുന്ന കാരണം അവർ പല ഇടങ്ങളിലേക്കും മാറി പാർക്കേണ്ടി വരുന്നു, അതായത് മൈഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇത് കാരണം സോഷ്യൽ കോൺഫ്ലിക്ട്സ് വരെ ഉണ്ടാവും. പിന്നീട് റെയിൻ ഫോറസ്റ്റ് വെട്ടിത്തെളിക്കുക, ഇത് കാരണം ഒത്തിരി സ്പീഷീസ് എൻഡേഞ്ചേർഡ് ആയി പോകും. അത് നമ്മൾ നോക്കിയതാണ്. അതുകൂടാതെ ഒരുപാട് സോഴ്സസ് ഓഫ് മെഡിസിൻ ഒക്കെ ഡിസ്ട്രോയ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പിന്നെ സ്പീഷീസ് എക്സ്റ്റെൻഷൻ, അത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഒരുപാട്
തരത്തിലുള്ള പ്ലാന്റ്സും ആനിമൽസും ഒക്കെ എക്സ്റ്റെൻഡ് ആയി പോവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡീഫോറസ്റ്റേഷൻ കാരണമുള്ള ഇമ്പാക്ട്സ്. ഇനി കുറച്ച് സൊല്യൂഷൻസ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൊല്യൂഷൻസ് ഒരു കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആസ് എൻ ഇൻഡിവിജ്വൽ ആയിട്ടും എന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് ഇതിനെതിരെ ചെയ്യാൻ പറ്റും. കോർപ്പറേഷൻ സൈഡിൽ നിന്നാണെങ്കിൽ ഇംപ്ലിമെൻറ്റ് ആൻറ്റി ഡിഫോറസ്റ്റേഷൻ പോളിസീസ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എൻവയോൺമെന്റിനെ ഒരുപാട് ഹാം ചെയ്യുന്ന രീതിയിലല്ലാത്ത ഓപ്പറേഷൻ സ്റ്റെപ്സ് മുന്നോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നീട് മിനിമൈസ് പേപ്പർ വേസ്റ്റേജ് ആൻഡ് എൻകറേജ് റീസൈക്ലിംഗ്. നിങ്ങൾക്കറിയാം കോർപ്പറേഷൻസ് ആണ് ഹ്യൂജ് കൺസ്യൂമേഴ്സ് ഓഫ് പേപ്പർ അല്ലേ. ഇപ്പോൾ ഈ മാനേജ്മെന്റ് പേപ്പർ ഫ്രീ ഓഫീസ് അല്ലെങ്കിൽ ഇമെയിൽ വഴി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പീസ് യൂസ് ചെയ്യുന്നതായിട്ടോ ഒക്കെ കാര്യങ്ങൾ മാറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേപ്പർ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പേപ്പറിന്റെ ആവശ്യം വലുതായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീസ് കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. ആൻഡ് മാത്രമല്ല യൂസ് ചെയ്ത പേപ്പർ വീണ്ടും റീസൈക്കിൾ ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുക. അതും കോർപ്പറേഷന്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ റീഫോറസ്റ്റേഷൻ അല്ലെ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയാണെങ്കിൽ കട്ട് ഡൗൺ ചെയ്യുവാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇപ്പോൾ ഗവൺമെന്റ് ഒരുപാട് സ്റ്റെപ്സ് അതിനുവേണ്ടി എടുക്കുന്നുണ്ട്. ആൻഡ് ഓരോ ഇയറും നമ്മൾ ട്രീസ് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് നമ്മൾ വെട്ടി നശിപ്പിക്കുന്ന ആ മരങ്ങളും ഇതും തമ്മിൽ അങ്ങോട്ട് മാച്ച് ആവാത്ത വിധം വലിയ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ സപ്പോർട്ട് ഓർഗനൈസേഷൻസ് ദാറ്റ് പുഷ് ഫോർ ആൻറ്റി ഡിഫോറസ്റ്റേഷൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് അപ്രോച്ച് ആണ് സോൾവ് ഡിഫോറസ്റ്റേഷൻ. നമ്മൾ നേരത്തെ ആ മിനിമൈസ് പേപ്പർ വേസ്റ്റേജിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഓർഗനൈസേഷൻസിനെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു നല്ല സ്റ്റാർട്ടിങ് ആയിരിക്കും. അതേപോലെ ആസ് ആൻ ഇൻഡിവിജ്വൽ റീസൈക്കിൾ പേപ്പേഴ്സ് അല്ലെങ്കിൽ യൂസ് ഇറ്റ് ഫോർ അതർ പർപ്പസ്. അത് നമ്മൾ മുതിർന്നവരാണെങ്കിൽ ഈവൻ ചിൽഡ്രൻ, ചെറിയ പിള്ളേരെ ആണെങ്കിലും അവരെ കൂടുതൽ കോൺഷ്യസ് ആക്കാം, റീസൈക്കിൾ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. പേപ്പർ വലിച്ചുവാരി എറിയുന്നതിന് പകരം അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് ഉപേക്ഷിക്കുന്നതിന് പകരം നമുക്കത് എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യുന്നതെന്ന് നമുക്ക് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ മുതിർന്നവരെ അത് അറിയാത്തവരാണെങ്കിൽ അവരെയും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് എഡ്യൂക്കേറ്റ് അതേഴ്സ് ഓഫ് ദി നീഡ് ടു ഫൈറ്റ് ഡിഫോറസ്റ്റേഷൻ. അതിൽ മെയിൻലി വരുന്നത് അവയർനെസ് ആണ്. അപ്പം അറിഞ്ഞൂടാത്ത ആൾക്കാരെ നമ്മൾ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫോറസ്റ്റേഷന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൊല്യൂഷൻസ്.